ഹലോ ഗായ്സ്, എൽ ബി എസിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എത്ര സീറ്റ് ഒഴിവുണ്ടെന്ന് എണ്ണം പറഞ്ഞാണ് ഒരു വീഡിയോ ചെയ്യാൻ കുറേ പേര് കമൻറ്റ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു പോൾ ഇട്ടിരുന്നു. അതിലധിക പേരും പറഞ്ഞത് വീഡിയോ വേണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ മുഴുവൻ കോളേജും പറയുന്നില്ല, ഒരു 20 ഒഴിവുള്ള ഒരു 21 കോളേജസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള കോളേജസ് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. കാരണം ഫുൾ കോളേജസ് ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയില്ല. ആ വീഡിയോൻ്റെ ലെങ്ത് നല്ല കൂടും. അതുകൊണ്ടാണ് ഇത് പാർട്ട് 1 ആണ്. ഇനി ഇതിൻ്റെ പാർട്ട് 2 വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കോളേജാണ് കോളേജ് ഓഫ് നേഴ്സിംഗ് അസീസി ഹോസ്പിറ്റൽ. അവിടെ ടോട്ടൽ 20 സീറ്റുണ്ട്. അവിടെ ഇപ്പോൾ ഉള്ളത് 5 സീറ്റാണ് വാക്കൻസി ഉള്ളത്. 5 കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല, അഥവാ അവിടെ 5 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജാണ് അർച്ചന കോളേജ് ഓഫ് നേഴ്സിംഗ് പന്തളം. ഇവിടെ ടോട്ടൽ 25 സീറ്റുണ്ട്. അവിടെ 3 കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല, 3 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജാണ് അൽമാസ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടക്കൽ. അവിടെ 30 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 3 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജ് അമല കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ. അവിടെ 45 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജ് അല്ലസർ കോളേജ് ഓഫ് നേഴ്സിംഗ് തൊടുപുഴ. അവിടെ 25 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജ് സെൻറ്റ് തോമസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ചേർതിപ്പുഴ. അവിടെ 32 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജാണ് ക്രസൻറ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂർ. അവിടെ 24 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സിപാസിൽ ടോട്ടൽ ഉള്ളത് 25 സീറ്റാണ്. അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജാണ് കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം. ടോട്ടൽ ഉള്ളത് അവിടെ 45 സീറ്റാണ്. അതിൽ 7 സീറ്റ് ഒഴിവുണ്ട്. ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വാക്കൻസി ഉള്ള കോളേജ് ഇതാണ്. ഇവിടെ 7 സീറ്റുണ്ട്. അടുത്ത കോളേജ് ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പത്തനംതിട്ട. അവിടെ 20 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജ് ധനലക്ഷ്മി കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂർ. അവിടെ ടോട്ടൽ 25 സീറ്റുണ്ട്. അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് സിമെറ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് ധർമ്മടം. അവിടെ ടോട്ടൽ 51 സീറ്റാണ് ഉള്ളത്. അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജാണ് സെൻറ്റ് ഗ്രിഗേരിയസ് കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ട. അവിടെ ടോട്ടൽ 30 സീറ്റുണ്ട്. അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജ് ഓഫ് നേഴ്സിംഗ് ഗുരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. അവിടെ ടോട്ടൽ 30 സീറ്റുണ്ട്. അതിൽ 6 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് ഹോളി ക്രോസ് കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം. അവിടെ ടോട്ടൽ 32 സീറ്റുണ്ട്. അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് പെരുമ്പാവൂർ. അവിടെ 30 സീറ്റുണ്ട് ടോട്ടൽ. അതിൽ 2 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം. അവിടെ ടോട്ടൽ 25 സീറ്റാണ് ഉള്ളത്. അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് ജോസ്കോ കോളേജ് ഓഫ് നേഴ്സിംഗ് മാവേലിക്കര. ഇത് വുമൻസ് കോളേജാണ്. ഇവിടെ ടോട്ടൽ 30 സീറ്റുണ്ട്. അതിൽ 6 സീറ്റ് ഒഴിവുണ്ട്. അടുത്ത കോളേജാണ് സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോതമംഗലം. ഇവിടെ ടോട്ടൽ 35 സീറ്റുണ്ട്. അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് NS മെമ്മോറിയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം. അവിടെ 30 സീറ്റുണ്ട് ടോട്ടൽ. അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അടുത്തത് സിമെറ്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോന്നി. ഇവിടെ ടോട്ടൽ 51 സീറ്റുണ്ട്. അതിൽ 1 സീറ്റ് ഒഴിവുണ്ട്. ഇങ്ങനെ ഈ വീഡിയോയിൽ പറഞ്ഞ 21 കോളേജിലും കൂടി ടോട്ടൽ 46 സീറ്റാണ് വാക്കൻസി ഉള്ളത്. നിങ്ങൾ ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ കോളേജസ് നിങ്ങളുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. കാരണം ഈ കോളേജസിലൊക്കെ വാക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഈ കോളേജസിലൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും. കുറേ പേര് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, സ്പോട്ട് അലോട്ട്മെൻറ്റ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇതിനെക്കുറിച്ചൊക്കെ കുറേ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ആ വീഡിയോ ചാനലിൽ വരുന്നതാണ്. നിങ്ങൾ കേരളത്തിന് പുറത്തോ അകത്തോ
ഒരു സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നഴ്സിങ്ങിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സിന് സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഫീയും അതുപോലെ തന്നെ കോളേജിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാം. അതൊക്കെ ഇഷ്ടപ്പെട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഒന്ന് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, അതൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയും LBS നിന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്